Hello, good morning. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ കിച്ചൺ വ്ലോഗ്. ഇന്നലെ ഒരു പൂരിക്ക് ഷോർട്സ് ഇട്ടാണ്. ഇന്നും ദേ രാവിലെ നമുക്ക് ഇന്നലെ പൂരി ഷോർട്ടപ്പെട്ട് മറ്റേത് ലൈറ്റ് ഇട്ടാറ് ലൈറ്റ് ഇല്ലല്ലോ. അപ്പത്തേ നമുക്ക് മിക്കവാറും ലീവ് ദിവസം ഇങ്ങനത്തെ പൂരി ഉണ്ടാക്കും, നൂലപ്പം ഉണ്ടാക്കും. അല്ല സുന്ദരി? സുന്ദരിക്കും നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ലീവ് ഉള്ള സമയത്ത് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റും. കുറെ സമയം എടുക്കൂലേ. അപ്പൊ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം മറക്കല്ലേ. ഓക്കെ, കുറെ നാള് നമുക്ക് ഇപ്പോ യൂട്യൂബിൽ എപ്പോഴും വ്ലോഗ് പിടിക്കാൻ പറ്റുന്നില്ല. അയ്യോ വെന്തോട്ടെ മൈക്ക് വെച്ച. അമ്മ ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പറയോ? ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ. എന്താ കഴിക്കണ്ടേ? എല്ലാവർക്കും സുഖാണോ ചോദിക്ക്. എന്നിട്ട് എല്ലാരും അമ്മച്ചിമാർക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക് സുഖാണോ ചോദിക്ക്. സുഖാണ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും ലീവ് അവധി ദിവസം അല്ലേ. എൻസി, പുണ്ണുസേ, അമ്മാൻ, ഞാനും അപ്പൊ കുറ്റം ഇന്ന് ഞാൻ അവധിയാണ്. പണിയൊക്കെ ചെയ്യണം. ഓക്കെ, പണി ചെയ്യും, പൊളിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്നലെ രാത്രി ഞാൻ പുറത്തു പോയി വരുമ്പോ ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ടേബിളില് മറ്റേ ബെഡില് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നുണ്ട്. വെള്ളപ്പുറം സഹായിക്കും കേട്ടോ. പുന്നസിക്കുട്ടി നല്ല ഗുഡ് ഗേൾ ആണ് അല്ലേ. ചില സമയത്ത് ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യും. അതൊരു കമന്റ് വന്നിട്ടുണ്ട്. ഷിജിയമ്മ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിച്ച് നല്ലൊരു മോളെ കിട്ടി. ഈ സന്തോഷം നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഷിജിയമ്മ. ഇതാണ് വന്നേക്കണേ. ഇത് അറിയുന്ന ആരോടാണ് ചെയ്തതാണ്. ആമി എന്നാണ്. വ്ലോഗ് നോക്കുന്ന ആൾക്കാർ പിന്നെ അല്ല പണ്ടെന്ന് പറഞ്ഞപ്പോ അറിയുന്ന ആളായിരിക്കുന്നു. ആദ്യമേ തോടി കാണാൻ ആൾക്കാര്. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് കണ്ട് ആരും അയക്കും. ചേച്ചി കമന്റ് ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ അമ്മയോട് പറഞ്ഞു. ചേച്ചി പറഞ്ഞു ശരിയാ. ഞാൻ ഒരു അതായത് സോനം വന്നതിന് ശേഷമാണ് നമുക്കൊരു സന്തോഷം ഉണ്ടായത്. പക്ഷെ അതിന് മുമ്പൊക്കെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ടെൻഷനും അതും ഇതൊക്കെ ആയിട്ട് എപ്പോഴും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഓരോ ദിവസം ചെല്ലുന്നോറും ഞാൻ നോക്കുമ്പോ എനിക്കത് സന്തോഷം കൂടി വരുന്നുണ്ട്. എനിക്ക് ഓരോ ദിവസം ചെല്ലുന്നോറും. അമ്മ പണ്ട് സങ്കടപ്പെട്ട കാര്യങ്ങളൊക്കെ പറ. പണ്ട് സങ്കടപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് സാമ്പത്തികം. പിന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അങ്ങനെ എപ്പോഴും ടെൻഷനും കാര്യങ്ങളും. അതല്ല ചെറുപ്പത്തിൽ തൊട്ടുള്ള കാര്യം. ചെറുപ്പത്തിലെ ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കണം വരെയും നമ്മുടെ വീട്ടിലെ അപ്പച്ചനും അമ്മയും നമ്മളും ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം അന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യം അപ്പച്ചൻ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നത്. ഇങ്ങനെ ഹസ്ബൻഡ് അപ്പയുടെ വെള്ളടിയും കാര്യങ്ങൾ ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. നമുക്ക് സാമ്പത്തികം ഇല്ല, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ പിള്ളേരെ പഠിപ്പിക്കുക, ആൻസിയാണ് ഡെഫാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം. നമുക്കത് വീടുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊറേ ഇതാവും. അപ്പൊ നമുക്ക് തരണം ചെയ്ത് വന്ന് നമ്മളിപ്പോ ഇന്ന് എനിക്ക് നിൽക്കുമ്പോ എനിക്ക് ബാക്കിലേക്കുള്ള സ്റ്റോറി നോക്കുമ്പോ ഇന്ന് നോക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രൗഡും സന്തോഷവും എല്ലാം ഉണ്ട് എനിക്ക്. എന്താ വെച്ചാൽ നമ്മളത് തരണം ചെയ്ത് വന്നുകൊണ്ടാണല്ലോ. അതേസമയം അന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നു, എന്തെങ്കിലും ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തോന്നിയിട്ടൊക്കെ ഉണ്ട് പല പ്രാവശ്യവും. തോന്നി, പക്ഷെ പേടിയായിരുന്നു. തോന്നും അങ്ങനെ മരിച്ചാൽ മതിയാ. പക്ഷെ നമുക്കത് പേടി തോന്നൂലേ, നമുക്ക് മരിക്കണ കാര്യത്തിലൊക്കെ പേടി തോന്നും അങ്ങനെ. പക്ഷെ എനിക്കത് തരണം ചെയ്ത് പോകുന്നത് കൊണ്ട് എനിക്കിപ്പോ അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നു. അല്ല ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മളെ കുറിച്ച് ആലോചിച്ചില്ലേ? എടാ
ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോ ഫസ്റ്റ് അതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് പേടി, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും. എനിക്കത് ഭയങ്കര, എനിക്ക് നമുക്കിങ്ങനെ മരിക്കാൻ ഇഷ്ടമില്ലല്ലോ ആർക്കും. പിന്നെ ചില ആൾക്കാർ പെട്ടെന്നുള്ള ഒരു ഇതിലൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷെ പിന്നെ എനിക്ക് നമുക്ക് എല്ലാവരും, നമുക്ക് പുറത്തുള്ള എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. ചാച്ചന്മാരാണെങ്കിലും അപ്പന്റെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നിന്നൂല്ലോ. നമ്മ ഒറ്റപ്പെട്ടാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ഇത് വരുന്നത്. അല്ല ആത്മഹത്യ വരും പേടിയുണ്ടെന്ന് ചോദിച്ച് നോക്കും പേടിയുണ്ടെന്ന് പറയുള്ളൂ. പെട്ടെന്നുള്ള സമയത്ത് പക്ഷെ നമുക്ക് അതിനോട് അടുത്ത് വരുമ്പോ നമ്മൾ ചിലപ്പോൾ വർത്താനം കൊണ്ട് പറയും. പക്ഷെ നമുക്ക് അതിനോട് അടുത്ത് വരുമ്പോ നമുക്ക് പിന്നെ ചില ആൾക്കാർ ഒറ്റ ഇതിലങ്ങ് ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇന്ന് എനിക്ക് നല്ല സന്തോഷകരമായ ജീവിതം കിട്ടുമായിരുന്നില്ലേ. അപ്പൊ എനിക്ക് അത് അനുഭവിക്കാൻ പറ്റുമോ? നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം മിക്സ് ചെയ്താണ് നമ്മുടെ ജീവിതം. എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. ഇത് കൊള്ളൂല, ഇത് വെന്തൂല, വേഗൂല. ഇത് നമ്മളത് തരണം ചെയ്ത് പിന്നെ നമ്മള് എങ്ങനെ ജീവിക്കുന്ന അതനുസരിച്ച് നമ്മുടെ സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സോനം വന്ന ഇപ്പൊ ഒരു വഴക്കുണ്ടായ എപ്പോഴും പ്രശ്നം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാളെ വന്നേന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ഇതിനൊക്കെ ദുരിതപൂർണ്ണമായേനെ. പക്ഷെ അങ്ങനെയല്ല, അവള് നല്ല ഇതായതുകൊണ്ട്, ഇവള് നല്ല സപ്പോർട്ടായിട്ട് എനിക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പൊ നമുക്കും നല്ലൊരു മനസ്സിൽ നല്ലൊരു എന്തുവാ സന്തോഷം. അമ്മയുടെ ലൈഫിൽ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ലൈഫിലെ കല്യാണം ഞാൻ ഒരിക്കലും ആരോട് കല്യാണം കഴിക്കാൻ പോയല്ലോ. അല്ല, ആ കല്യാണത്തിലല്ലേ നിങ്ങൾ ഉണ്ടായേ. അപ്പൊ അതിന് അഭിമാനമൊന്നുമില്ലേ? നിങ്ങൾ മക്കളെ കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കല്യാണ ജീവിതം എന്ന് പറയുമ്പോ എനിക്കത് സന്തോഷമായിരുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളിപ്പോ മക്കള് അങ്ങനെ 2 മക്കളുണ്ടായപ്പോ എനിക്ക് ആ ഒരു ഇത് മാത്രമല്ലേ സന്തോഷം. അല്ല, ഇപ്പൊ അമ്മയുടെ ഒരു ജീവിതം വെച്ച് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഐ മീൻ, കല്യാണം കഴിച്ചല്ലോ, അപ്പൊ മറ്റുള്ളവരുണ്ട്, പുതിയ ആൾക്കാരുടെ കല്യാണം കഴിക്കാൻ. അല്ല, ഞാൻ പറയണ എപ്പോഴും, ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കും. ഇന്നത്തെ പിള്ളേർക്ക് നല്ല ചിന്താശക്തിയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മുൻപേ തീരുമാനിക്കണം, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി മുൻപോട്ട് ജീവിക്കണം. അതല്ലാതെ ഒന്നും പറഞ്ഞ രണ്ടാം വകീനെ അടിച്ച് ഇടിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് അതല്ല, മനസ്സിലാക്കി. ഇപ്പൊ ഞാനും സോനം തമ്മിൽ ജീവിക്കുന്നത് എന്നില് കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല, സോനത്തില് കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ലാത്തത്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കണം. ഇവളുടെ കുറവുകൾ എന്താന്ന് നീയും മനസ്സിലാക്കണം, അവന്റെ കുറവുകൾ എന്താന്ന് ഇവളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റും. അങ്ങനെ കല്യാണ ജീവിതം നല്ല സന്തോഷകരമായി, എന്നുവെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിതം എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ജീവിതം ഒരു സന്തോഷമുള്ള ജീവിതമാണ്, ഒരു ബന്ധമാണത്. ഏറ്റവും നല്ലൊരു ബന്ധമാണ്. പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ മുൻപോട്ട് 2 കൂട്ടരും കൊണ്ടുപോയാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ആ ജീവിതത്തിന്. മനസ്സിലായോ? 2 പേരും മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുപോയി അതിന് ഭംഗിയുണ്ടാവും. അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ എന്റെ ഭാര്യനെ നന്നായിട്ട് കെയർ ചെയ്യൂ, അവളുടെ കുറവുകൾ ഞാൻ അംഗീകരിക്കൂ, അതുപോലെ തന്നെ അവന്റെ കുറവുകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റണം, നല്ല രീതിയിൽ മുൻപോട്ട് 2 പേര്. ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊക്കെ അറിയാം. അങ്ങനെ അവർ ജീവിച്ചാൽ മാത്രമാണ് മുൻപോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാനും എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ മുൻപോട്ട് നിങ്ങൾ ഇപ്പൊ ഇത്രയും വർഷമായി നിങ്ങൾ മുൻപോട്ട് എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞപ്പോ മുൻപോട്ട് ഇപ്പൊ ജീവിക്കുമ്പോ ചിലപ്പോ വഴക്കുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങൾ എങ്ങനെ തരണം ചെയ്ത് ജീവിക്കുന്ന നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ എങ്ങനെയാണ് അത് തരണം ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടക്കുറവുകളുണ്ടാവും, വഴക്കുകളുണ്ടാവും. പക്ഷെ അത് എങ്ങനെ നിങ്ങൾ തരണം ചെയ്യണോ എന്നതനുസരിച്ചാണ് നിങ്ങളുടെ ജീവിത വിജയം മുൻപോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളത് തരണം ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പൊ ഡൈവോഴ്സ്, അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ, അങ്ങനെ പിന്നെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുക. സമാധാനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ഭാര്യയാണെങ്കിലും ഭർത്താവ് അതൊരു മോശമല്ല. ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കണേ. കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾക്ക് ഇപ്പൊ ഒരു വിട്ടുവീഴ്ച ചെയ്യാം. അതിന് ഒരു നാണക്കേടോ അഭിമാനക്കുറവോ ഒന്നും വിചാരിക്കേണ്ട കാര്യം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എന്തെങ്കിലും വഴക്കിട്ടാലും ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള ദേഷ്യം ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്നായിരിക്കും. പക്ഷെ അത് ആ പിണക്കം അപ്പൊ തന്നെ മാറ്റിപ്പോണം. മനുഷ്യന്റെ ജീവിതത്തിലെല്ലാം നല്ലതല്ലല്ലോ, നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും, എല്ലാം കുട്ടി വന്നു നോക്കി. അല്ല സോനം, ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിലും നല്ലതുണ്ടാവും ചീത്തയുണ്ടാകും. എല്ലാവർക്കും അല്ല, അമ്മയുടെ 50-ആം വയസ്സിലല്ലേ ഇത് തോന്നുന്നത്? അധികം കൂടുതൽ 56 വയസ്സായിപ്പോ. അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ 7 വർഷമായില്ലേ? 49. ഞാൻ 24 കല്യാണം കഴിച്ച 24. ഇപ്പൊ എത്രയായി?
32. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുടുംബത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യണതിന്റെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. നമുക്ക് പറ്റുന്ന എല്ലാ വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുടുംബം നന്നായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, എന്നിലും കുറ്റങ്ങളുണ്ട്, സോനത്തിലും കുറ്റങ്ങളുണ്ട്, നിന്നിൽ എല്ലാവരും കുറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മളത് പരസ്പരം മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ അതൊരു ഭംഗിയായിട്ട് കുടുംബം പോകും. അത് ശരിയായിട്ട് ഈ ലോകത്തെ എത്ര വീടുകളില് ചില സമയത്ത് അമ്മായി വരുമോള് അതെന്താ പറയാ, ഇപ്പൊ അമ്മായി എന്തെങ്കിലും പറയുമ്പോ ചിലപ്പോ ആൾക്കാരുണ്ടാവട്ടെ ഇല്ലെന്നല്ല പറയുന്നത്. അപ്പൊ മരുമോൾ ആയിരിക്കും, ഓ ഈ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നെ കുറ്റം പറയുന്നത്. മരുമോൾ എന്തെങ്കിലും പറഞ്ഞ അമ്മായിമ്മ വിചാരിക്കും, ഓ അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല, ഞാൻ അമ്മായിമ്മയല്ല അതുകൊണ്ടായിരിക്കും. പക്ഷെ അത് പറയണത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ തീരുമാനിക്കും. നമുക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ. പിന്നെ ഇപ്പൊ സോനം എന്നെ മനസ്സിലാക്കുന്നു, ഞാൻ സോനത്തിനെ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു. നമ്മളിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞ ആൾക്കാരൊന്നും അല്ല, ലോകത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ. അതെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, കമ്മ്യൂണിക്കേഷൻ കൂടുതലും. നമുക്ക് എന്തെങ്കിലും ഉള്ളിലൊന്ന് തോന്നും പറയാം, ഞാൻ അങ്ങനെയാണ് ചില സമയത്ത് ഒച്ചയിടും, ചില സമയത്ത് സോനം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കണമാണോ പറയും. പക്ഷെ അതോടുകൂടി അവളുടെ കഴിഞ്ഞു ഒന്ന് ചെന്ന് അവളോട് ഇതൊക്കെ സോനം ഇപ്പൊ എന്ത് ഇപ്പൊ ചില ആൾക്കാര് ഇപ്പൊ നീയും സോനം ഇപ്പൊ വഴക്കിട്ടുന്നതായിരിക്കും. ചില അമ്മമാര് വിചാരിക്കും എന്റെ മോനോട് വഴക്കിട്ട് അതുകൊണ്ട് അവളോട് ദേഷ്യപ്പെടാം. അങ്ങനെ ഞാൻ അങ്ങനെയല്ല, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ ഞാൻ ഇവിടെ ചെന്ന് ഇത് പോട്ടടി ഇത് പോട്ടെ ഞാൻ ചെന്ന് ആശ്രയിക്കുക. സാരില്ല, അവന്റെ സ്വഭാവം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നീ അങ്ങനെ. ഞാൻ അല്ലാണ്ട് മോനെ നാട്ടിക്കല്ല, എനിക്ക് ഇവളോട് അങ്ങനെയല്ലേ പറഞ്ഞു. പിന്നെ ഞാനൊക്കെ ദേഷ്യം കൂടി കൂടി വീണ്ടും വഴക്കുണ്ടാക്കൂലേ. അപ്പൊ ഞാൻ ഇവിടെ സമാധാനിപ്പിക്കുള്ളൂ. അല്ലാതെ അയ്യോ എന്റെ മോനോട് അവള് വഴക്കുണ്ടാക്കിയല്ലോ ഒന്നും അങ്ങനെ വിചാരിക്കൂല. നമുക്കറിയാം ആ വഴക്ക് സമയത്തുള്ള ഒരു ദേഷ്യത്തിന് പുറത്ത് എന്തെങ്കിലും പറയണതാണ്, അത് അവിടെ കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ജീവിതം. അല്ലാതെ ഞാൻ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ സോനത്തോട് മുഖം പൊറിപ്പിച്ചിരുന്നു, നീ എന്തിനാ എന്റെ മോനോട് വഴക്കിട്ട് അങ്ങനെ ഞാൻ ചെയ്യൂല. അല്ലാതെ നിങ്ങളൊക്കെ നമ്മുടെ മക്കളല്ലേ, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർക്കുന്നെങ്കിൽ അത് എന്റെ കൂടെ ഉത്തരവാദിത്വമല്ലേ. അതെ, അത് ശരിയാണ്. കൊറേ ആൾക്കാരെ സത്യം പറയണോ, കൊറേ ആൾക്കാർ പറഞ്ഞത് ബെസ്റ്റ് അമ്മായിമ്മേനെ കിട്ടിയെന്ന് പറഞ്ഞാണോടി. അത് ശരിയാ, ബെസ്റ്റ് ആണ്. ഞാനിവളായിട്ട് ഒരു വഴക്കിന് ഇന്നുവരെയായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടല്ലോ, കാരണം ഞാൻ എന്താ പറയും, നമുക്ക് രണ്ടുപേർക്ക് ബന്ധം നല്ല ബന്ധമുണ്ട്, ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, ഒരു അമ്മ അതും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറെ ഇത് അല്ലേ വയ്യാതെ വരും. കുറച്ചു മുമ്പ് കുറെ ഡിപ്രഷൻ അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ലൈഫിൽ എന്തായാലും സപ്പോർട്ട് കൂടെ ഉണ്ട്. ഇതുവരെ എൻ്റെ ഇത് എന്താ കൊല്ലില്ല അതില്ല അത് അങ്ങനെ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലേ. എല്ലാ സപ്പോർട്ടും ഉണ്ടോ. അപ്പോ അത് ഭാഗ്യമാണ് അല്ലേ. എല്ലാവർക്കും അത് കിട്ടൂല. അപ്പൊ ഇപ്പോ എന്താ പറയുക, എൻ്റെ അച്ഛനമ്മ ഇല്ല. അപ്പൊ ഇപ്പോ എനിക്ക് പണ്ടേ എനിക്ക് തോന്നും അച്ഛനമ്മ പോയി കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ എൻ്റെ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ വേണമെന്ന് അമ്മക്ക് പറയാം. 7 വർഷമായി നമുക്ക് ഒരുമിച്ച് ജീവിച്ചിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് എന്താ ദേഷ്യം സന്തോഷം ഇപ്പൊ എനിക്കൊക്കെ പറയാം, അമ്മക്ക് തുറന്ന് പറയാം. അത്ര ക്ലോസ് ഉണ്ടോ, അത് ഫ്രീഡം ഉണ്ടോ ഇപ്പൊ നമുക്ക്. ഈ ജോലിക്ക് പോയാലും വിളിച്ച് ഞാൻ ഇവിടെ ഇടയ്ക്കൊന്ന് വിളിക്കും, ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എല്ലാ ദിവസവും ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താണ് ഇവിടെ വല്ല വിഷമമുണ്ടോ ഇവിടെ സൗണ്ട് കേൾക്കുമ്പോ എനിക്കറിയാം. അപ്പൊ ഞാൻ എന്നും വിളിക്കും, ഇവിടെ ഉച്ചയാകുമ്പോഴത്തേക്കൊന്ന് വിളിക്കും എങ്ങനെയാണ് എന്നാണെന്നൊന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ചില സമയത്ത് എനിക്ക് മൂഡ് ഉണ്ടാവില്ല, ചില സമയത്ത് നീനെങ്കിട്ട് വഴക്കുണ്ടാവും, മൂഡ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ദേഷ്യമൊക്കെ എല്ലാവർക്കും കിട്ടി തീർക്കൂലേ. അങ്ങനെ എനിക്ക് സ്വഭാവം ഉണ്ടാവും. ചില സമയത്ത് ഞാൻ അമ്മക്കിട്ട് മൂഡില്ലെന്നോ ഞാൻ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യൂല കേട്ടോ. ചില ആൾക്കാർ അത് വെച്ച് വഴക്കുണ്ടാക്കും. പിന്നെ ഒരു കേസ്, ഈ അമ്മായിമ്മനെ കൊടുക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ അവയെ കൊടുത്താ പിന്നെ എന്റെ ജീവിതം പോയി, എന്റെ ജീവിതം ആരെ നോക്കണേ. ഞാൻ ഓൾറെഡി കുറെ പറയുന്നുണ്ട്, അമ്മ ഉണ്ടോ ഞാനൊക്കെ ഒത്തിരി ധൈര്യം. അത് ശരിയാ, നമുക്ക് വീട്ടിൽ ആരെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ എനിക്ക് സാരി വിൽക്കണം, പിന്നെ ഇത് യൂട്യൂബ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അത് കാരണം നമുക്ക് ഒരു ധൈര്യം കിട്ടണേ. അപ്പൊ കുട്ട ഉണ്ടോ, അമ്മ ഉണ്ടോ, പിന്നെ എൻ്റെ സിസ്റ്റർമാരുണ്ടല്ലോ ഒത്തിരി, എല്ലാവരും ഒരുമിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ്, ഈ സാരി ബിസിനസ് എല്ലാം എൻ്റെ സിസ്റ്റർമാരും ഹെൽപ്പ് ചെയ്യും. നാട്ടിൽ നിന്ന് വന്നതാണ് അങ്ങനത്തെ, അല്ലെങ്കിൽ അവള് നമ്മളെ മൈൻഡ് അങ്ങനെയല്ലല്ലോ. അവള് നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി ഫുള്ള് അവള് നല്ല സപ്പോർട്ടായിട്ട് കൊണ്ടുവന്നത്. അവളും എല്ലാവരുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നേ.
അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷവും സ്നേഹവും ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈ മകൻ പറ്റില്ലേ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഓരോ സുരക്ഷം സന്തോഷമായിക്കോട്ടെ. നമുക്ക് ഒത്തിരി കാശില്ല, പക്ഷെ നമുക്ക് ഒരു സന്തോഷമായിട്ട് ഫാമിലി പോകട്ടെ. ജീവിക്കാൻ വേണം, പക്ഷെ അതിനൊക്കെ വലുത് സമാധാനം. എനിക്ക് ആഗ്രഹം, എനിക്കിത് ആകപ്പെടാ 4 നേരം ഫുഡ് കഴിച്ചു പോയാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ നിന്റെ ഫുഡ് മാത്രം, എന്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ അത് സാധിക്കുന്ന പറ്റില്ല ആരില്ല.